കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിലെ ഫ്ലൂയിഡ് പാർട്ടായിട്ടുള്ള ബ്ലഡിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്ത് കേട്ടോ. ഇനിയിപ്പോൾ നെക്സ്റ്റ് കോൺസ്റ്റുവൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഇത് എന്ന് പറയുന്നത് ഹാർട്ടാണ്. ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിലെ ഹാർട്ട് എന്താണെന്നാ പറഞ്ഞേ? ഇറ്റ് ഈസ് ദി കളക്ടിങ് ആൻഡ് പമ്പിങ് സ്റ്റേഷൻ ഓഫ് ബ്ലഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? നമുക്കിന്ന് ഹാർട്ടിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഹാർട്ട് ഈസ് നമുക്ക് എല്ലാവർക്കും അറിയാം, പമ്പിങ് ഓർഗൻ ആണെന്ന് അറിയാം. ഇനിയിപ്പോൾ നമ്മൾ ഫ്രോഗിന്റെ പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പറയാം. ഹാർട്ട് ഈസ് മസ്കുലാർ പൾസേറ്റിംഗ് ഓർഗൻ. മസിൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. പൾസേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രാക്ട് ചെയ്യണതാണ് അല്ലെ, വെറുതെ ഇങ്ങനെ അനങ്ങാതിരിക്കുകയല്ല, കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. പൾസേറ്റിംഗ് ഓർഗൻ ആണ്. ഇനി അത് ലൊക്കേറ്റ് ചെയ്തത് ലൊക്കേറ്റഡ് ആന്റീരിയർ പാർട്ട് ഓഫ് ദി ബോഡി ക്യാവിറ്റി. ബോഡി ക്യാവിറ്റിയുടെ തന്നെ ആന്റീരിയർ പാർട്ടിലാണ് അത് ലൊക്കേറ്റ് ചെയ്തത്. കൺസേൺഡ് വിത്ത് എന്താണ് ഇതിന്റെ ജോലി? എന്താണ് ഇനി ഹാർട്ടിന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് പമ്പിങ്. കളക്ഷൻ, സ്റ്റോറേജ് ആൻഡ് പമ്പിങ് ഓഫ് എന്താണ്? എന്തിനാണ് ഇതെല്ലാം കൂടെ ചെയ്യുന്നത്? ബ്ലഡിനെ അല്ലേ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബ്ലഡിനെ കളക്ട് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക, ആവശ്യാനുസരണം പമ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഹാർട്ടിന്റെ ജോലി. നെക്സ്റ്റ്, ഹാർട്ട് ഈസ് എൻക്ലോസ്ഡ് ഇൻ വിത്തിൻ എ ഡബിൾ ലെയേർഡ് മെംബ്രെയിനസ് ബാഗ് കോൾഡ് പെരികാർഡിയം. പെരികാർഡിയം എന്നിട്ട് ഡബിൾ ലെയേർഡ് മെംബ്രെയിനസ് ഒരു ഇതിന്റെ ഉള്ളിലാണ് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതാണ് ഹാർട്ട്. നമുക്കൊരു വെറുതെ സിമ്പിളായിട്ട് വരയ്ക്കാം. ഹാർട്ട് ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് വരച്ചേന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് എന്താണ്? ഡബിൾ ലെയേർഡ് 2 ലെയറുള്ള മെംബ്രെയിനസ് ബാഗിലാണ് അതിനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ഇതെന്തിനാണ് അത് കവർ എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് നല്ല സ്ട്രോങ് കവറിങ് വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ലെയറുള്ള മെംബ്രെയിൻ കൊണ്ടാണ് ഇതുണ്ടായത്. അപ്പൊ അതിനെ നമുക്ക് അതിന് കോമൺ ഇതായിട്ട് പെരികാർഡിയം എന്ന് പറയാം. ഈ മെംബ്രെയിനസ് ബാഗിനെ പെരികാർഡിയം എന്ന് പറയാം. ഇനി അതിൽ എന്തൊക്കെയാണ്? ഇന്നർ വിസറൽ ലെയർ. ഹാർട്ടിന്റെ ഇതില് ഇന്നർ ലെയർ എന്ന് പറയുന്നത് വിസറൽ ലെയർ ആണ്. ആൻഡ് ഔട്ടർ പെരിറ്റൽ ലെയർ. ഇന്നർ വിസറൽ ലെയർ ആൻഡ് ഔട്ടർ പെരിറ്റൽ ലെയർ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ട് നോർമലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാവും. ആ സ്പേസിൽ ഫില്ല് ചെയ്ത ഫ്ലൂയിഡ് ആണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. അപ്പൊ എന്താണ് ഇപ്പൊ പറഞ്ഞേ? ഈ ഹാർട്ട്, പർട്ടിക്കുലർ ഹാർട്ട് കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ച് അപ്പൊ മെക്കാനിക്കൽ ഷോക്ക് എന്നൊക്കെ പ്രിവെന്റ് ചെയ്യേണ്ടതിനെ കേട്ടോ. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കവറിങ് ആണ്. ഔട്ടർ ആയിട്ടുള്ള പെരിറ്റൽ ലെയറും ഇന്നർ ആയിട്ട് വിസറൽ ലെയറും ഉണ്ട്. ഈ പെരികാർഡിയത്തിന്റെ ഉള്ളില് ഇതിന്റെ ഈ 2 ലെയറിന്റെയും ഇടയിൽ കാണുന്ന സ്പേസിൽ ഫില്ല് ചെയ്ത ഫ്ലൂയിഡ് ആണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ദെൻ ഇത്രയാണ് നമുക്ക് മെയിൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ദെൻ ഫ്രോഗിന്റെ ഹാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫ്രോഗിന്റെ പർട്ടിക്കുലർ ആയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രോഗിന് സ്പെസിഫിക് ആയിട്ട് എന്താണ് പ്രത്യേകത ഉള്ളത് എന്നുള്ളത് പറയാൻ പോവാം. ഫ്രോഗ് ഹാർട്ടിന് 4 മെയിൻ പാർട്സ് ആയിട്ട് നമുക്ക് തിരിക്കാം. 4 പാർട്സ് ആയിട്ട്. അപ്പൊ 4 പാർട്ട് ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. ഒരു ഡോൾസൽ വ്യൂ, വെൻട്രൽ വ്യൂ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പല രീതിയിൽ നോക്കുമ്പോൾ 4 പാർട്ടുകൾ കിട്ടുന്നുണ്ടെന്നേ പറഞ്ഞോളൂ കേട്ടോ. എന്തൊക്കെയാണ് ആ പാർട്ടുകള്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈനസ് വിനോസസ്. അതെന്ന് പറയുന്നത് ഡോൾസൽ വ്യൂവില് നോക്കുമ്പോൾ കാണുന്നതാണ്. ഡോൾസൽ വ്യൂവില് കാണുമ്പോൾ സൈനസ് വിനോസസ് കാണാം. അല്ലാതെ ഒരു ഹാർട്ട് എടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ കാണാനില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യൂവിലും ഓരോ രീതിയിൽ നമുക്ക് കാണുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇതില് സൈനസ് വിനോസസ് എന്നൊരു സ്ട്രക്ചർ കാണാനുണ്ട് ഡോൾസൽ വ്യൂവില്. എന്തുകൊണ്ടാണ് വെച്ചാൽ ഡോൾസൽ പാർട്ടിലാണ് ഈ സൈനസ് വിനോസസ് ഇരിക്കുന്നത്.
Then next is the truncus arteriosus. Truncus arteriosus forms the ventral part. Truncus arteriosus forms the ventral part. And third one is the right and left auricles. Right and left auricles or atria. അത് അപ്പർ പാർട്ടിൽ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോർത്ത് പാർട്ട്, അതായത് ഫോർത്ത് വണ്ണാണ് സിംഗിൾ ആയിട്ടുള്ള വെൻട്രിക്കിൾ, ഫോംസ് ദി ലോവർ പാർട്ട്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? 4 പാർട്ടുകളാണ് ഫ്രോഗിന്റെ ഹാർട്ടിനുള്ളത്. സൈനസ് വിനോസസ് ഫോംസ് ദി ഡോർസൽ പാർട്ട്, truncus arteriosus forms the ventral part, right and left auricles or atria forms the upper part, and single ventricle forms the lower part. അപ്പൊ നമുക്ക് ആദ്യം, ഞാനിപ്പോ ഈ ഡയഗ്രാം ഓൾറെഡി ഞാൻ വരച്ചോണ്ട് ആദ്യം നമുക്ക് ഓറിക്കിൾ ഏതാന്ന് പറയാം. അപ്പൊ അത് പറഞ്ഞിട്ട് അടുത്ത് പറയാം കേട്ടാ. ഇതാണ് ഓറിക്കിള് കേട്ടാ, ഓറിക്കിൾസ് ഓർ ഏട്രിയ. അപ്പൊ ഓറിക്കിൾസ് അല്ലെങ്കിൽ ഏട്രിയ എന്നുള്ള പേര് പറയാം. അപ്പൊ നമുക്ക് എന്താ പറയാ, അപ്പൊ അതാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഓറിക്കിൾസ് ഉണ്ട്. അത് ഫോംസ് ദി അപ്പർ പാർട്ട്. സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ സിംഗിൾ വെൻട്രിക്കിൾ ഫോംസ് ദി ലോവർ പാർട്ട്. ലോവർ പാർട്ടില് സിംഗിൾ വെൻട്രിക്കിള് ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ശരിക്കും സൈനസ് വിനോസസ് ഡോർസൽ പാർട്ടാണോ വെൻട്രൽ പാർട്ടാണോ എന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല. അത് ഏത് രീതിയിൽ നോക്കിയാലും നമുക്കിത് കാണാനുണ്ട്. അതുകൊണ്ടാണ് ഓറിക്കിളും വെൻട്രിക്കിളും ഇവിടെ വരച്ചത്. സൈനസ് വിനോസസ് ആക്ച്വലി പല ഭാഗത്തു നിന്നുള്ള ബ്ലഡ്, ഡിഫറെന്റ് പാർട്സ് നിന്നുള്ള ബ്ലഡ് സൈനസ് വിനോസസ് സ്വീകരിക്കുകയാണ്. കളക്ട് ചെയ്തിട്ട് അത് റൈറ്റ് ഓറിക്കിളോട്ട് കൊടുക്കുകയാണ്. മനസ്സിലായില്ലോ? ഓപ്പൺ ടു റൈറ്റ് ഓറിക്കിൾ. അപ്പൊ ഡിഫറെന്റ് പാർട്സ് നിന്നുള്ള ബ്ലഡ് സൈനസ് വിനോസസ് എന്ത് ചെയ്യും? കളക്ട് ചെയ്തിട്ട് അത് റൈറ്റ് ഓറിക്കിളിലോട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നാ ട്രങ്കസ് ആർട്ടീരിയോസിസോ? ട്രങ്കസ് ആർട്ടീരിയോസിസ് രണ്ടാമത്തെയാണെന്ന് പറഞ്ഞു. അത് ശരിക്കും എവിടെ കാണുന്നത്? വെൻട്രൽ പാർട്ടിൽ കാണുന്നതാണ്. വെൻട്രൽ പാർട്ടിലാണ്. അപ്പൊ അതെന്താണ്? അത് വെൻട്രിക്കിളിന്ന് എറൈസ് ചെയ്യണതാണെന്ന്. ആക്ച്വലി ദാറ്റ് എറൈസസ് ഫ്രം വെൻട്രിക്കിൾ. വെൻട്രിക്കിളിന്നാണ് ശരിക്കും അതിന്റെ ഒറിജിൻ. മനസ്സിലായില്ലേ? ഇനി അത് എങ്ങോട്ടാണ് സപ്ലൈ ചെയ്യണത്? ഇറ്റ് സപ്ലൈ ബ്ലഡ് ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. ട്രങ്കസ് ആർട്ടീരിയോസിസ് വെൻട്രിക്കിളിന്ന് ഉള്ള ബ്ലഡ് വെൻട്രിക്കിളിന്ന് ആണ് എറൈസ് ചെയ്യണത് എന്നാ പറഞ്ഞേ കേട്ടാ. വെൻട്രിക്കിളിന്ന് എറൈസ് ചെയ്തിട്ട് ട്രങ്കസ് ആർട്ടീരിയോസിസ് സപ്ലൈ ചെയ്യും ബ്ലഡ്. എങ്ങോട്ടാ സപ്ലൈ ചെയ്യുന്നത്? ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി. ബ്ലഡിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പൊ സൈനസ് വിനോസസ് പല ഭാഗത്തു നിന്നുള്ള ബ്ലഡ് സ്വീകരിച്ചിട്ട് റൈറ്റ് ഓറിക്കിൾക്ക് കൊടുക്കും. ദെൻ ട്രങ്കസ് ആർട്ടീരിയോസിസ് ബ്ലഡ് സ്വീകരിച്ചിട്ട് ഡിഫറെന്റ് പാർട്ടിലേക്ക് സപ്ലൈ ചെയ്യും എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഡോർസൽ വ്യൂയും വെൻട്രൽ വ്യൂയും കാണിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഡോർസൽ വ്യൂവിൽ നമുക്ക് സൈനസ് വിനോസസ് കാണുന്നുണ്ട് കേട്ടോ. സൈനസ് വിനോസസ് ഡോർസൽ വ്യൂവിൽ മാത്രമേ കാണുന്നുണ്ട്. ദെൻ വെൻട്രൽ വ്യൂവിൽ എന്താണ് ഞാൻ പറഞ്ഞത്? വെൻട്രിക്കിളിന്ന് എറൈസ് ചെയ്യുന്നു. അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് വെൻട്രിക്കിളാണ്. അതാണ് ട്രങ്കസ് ആർട്ടീരിയോസിസ് കേട്ടോ. അതിന്റെ ഡയഗ്രാം ഞാൻ കാണിച്ചതാ. ദെൻ നെക്സ്റ്റ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ഹാർട്ട് കേട്ടോ. അപ്പൊ ഹാർട്ട് ഓഫ് ഫ്രോഗ് എന്ന് പറയുന്നത് 3 ചേംബർ ട്രൈലോക്കുലാർ ആണെന്ന്. ട്രൈലോക്കുലാർ ആയിട്ടുള്ള 3 ചേംബേഴ്സ് ഉള്ള ഒരു സ്ട്രക്ചറാണ് ഹാർട്ട് ഓഫ് ഫ്രോഗ് എന്ന് പറയുന്നത്. ട്രൈലോക്കുലാർ ഓർ 3 ചേംബേർഡ് ഓർഗൻ. അപ്പൊ അതാണ് 3 ചേംബേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ. ഇറ്റ് ഹാസ് 2 അപ്പർ ചേംബർ. 2 അപ്പർ ചേംബർ ഉണ്ട്. ഏട്രിയ ഓർ ഓറിക്കിൾ. ഏട്രിയ ഇതാണ് 2 അപ്പർ ചേംബർ ആൻഡ് എ ലോവർ ചേംബർ. സിംഗിൾ ലോവർ ചേംബർ നെയ്മഡ് വെൻട്രിക്കിൾ. Then
ഏട്രിയ എന്ന് പറയുന്നത് തിൻ വാൾഡ് ആണ്. അപ്പൊ അതിന്റെ വാൾ ഉണ്ടാക്കിയത് തിൻ വാൾ കൊണ്ടാണ്. വേറാസ് വെൻട്രിക്കിൾ ഈസ് തിക്ക് വാൾഡ് ആയിട്ടുള്ള വെൻട്രിക്കിൾ ആണ്. ഇനി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയ ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ, അതായത് റൈറ്റ് ഏട്രിയയും ലെഫ്റ്റ് ഏട്രിയയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സെപ്റ്റം എന്താ, ഒരു വാതില് പോലെ അല്ലേ, സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ ബൈ ഒരു ഇന്റർ ഏട്രിയൽ സെപ്റ്റം. അത് പഠിക്കാൻ പ്രയാസമില്ല കേട്ടോ. അപ്പൊ രണ്ട് ഏട്രിയകൾ തമ്മില് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം. ദെൻ ഇനി ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയ സെപ്പറേറ്റഡ് ഫ്രം വെൻട്രിക്കിൾ. ഇനി വെൻട്രിക്കിളുമായിട്ടും അത് സെപ്പറേറ്റ്, ഈ രണ്ട് ഓറിക്കിള് തമ്മില് സെപ്പറേറ്റ് ചെയ്തതാണ് ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറയുന്നത്. ദെൻ ഏട്രിയ ദാറ്റ് സെപ്പറേറ്റഡ് ഫ്രം വെൻട്രിക്കിൾ ബൈ മീൻസ് ഓഫ് എന്തായിരിക്കും അത്, പക്ഷെ ഫുള്ളായിട്ടല്ല, ഇങ്ങനെ ഒരു ഇനി ഇവിടെ ഇപ്പുറത്തെ ട്രങ്കസ് ആർട്ടീരിയോസിസ് വരികയല്ലേ, മനസ്സിലായി. അപ്പൊ ഏട്രിയ സെപ്പറേറ്റഡ് ഫ്രം വെൻട്രിക്കിൾ, ഈ രണ്ട് ഏട്രിയാസും വെൻട്രിക്കിളുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ആ സെപ്റ്റത്തിനെ ആണ് ഇതെന്താ നമ്മൾ പറഞ്ഞേ, ഇന്റർ ഏട്രിയൽ സെപ്റ്റം. ദെൻ ഓറിക്കിളും വെൻട്രിക്കിളും തമ്മില് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. Then ഓറിക്കിൾസ് ആൻഡ് വെൻട്രിക്കിൾസ്, ഓറിക്കിൾസും വെൻട്രിക്കിൾസും ഏട്രിയയും വെൻട്രിക്കിളും തമ്മില് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സെപ്പറേഷനും വന്നിട്ടുണ്ട്. ഇവിടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയ സെപ്പറേറ്റഡ് ഫ്രം വെൻട്രിക്കിൾ ബൈ മീൻസ് ഓഫ് ഒരു ചെറിയൊരു സെപ്റ്റം ഇവിടെ കാണാണ്ട്. ഇവിടുന്നാണ് ഏതാ ട്രങ്കസ് ആർട്ടീരിയോസിസ് പോണത് നമ്മൾ പറഞ്ഞു അല്ലെ, വെൻട്രിക്കിളിൽ നിന്നാണ് ഒറിജിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഇപ്പുറത്തായിട്ട് ചെറിയൊരു സെപ്റ്റം ഫോം ചെയ്തു ഉണ്ട്. അത് ഇവര് എന്താണ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയ വെൻട്രിക്കിളുമായിട്ടുള്ള സെപ്പറേഷൻ ആണ്. ആ സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്റ്റത്തിന്റെ പേരാണ് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം കേട്ടോ, ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇനി ഈ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തില് ചെറിയ ഒരു അപ്പർച്ചർ കാണുന്നുണ്ടെന്ന്, അതായത് ബ്ലഡിന് ചെറുതായിട്ട് ഈ ഓറിക്കിളിൽ നിന്നുള്ള ബ്ലഡിന് വെൻട്രിക്കിളിലോട്ട് മൂവ് ചെയ്ത് വരണം. അപ്പൊ ഇത് അടഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ വരാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ചെറിയൊരു അപ്പർച്ചർ ഓർ ഓപ്പണിങ് അത് ഇവിടെയായിട്ട് കാണുന്നത്. ഈ ഓപ്പണിങ്ങിനെയാണ് ഏട്രിയോ വെൻട്രിക്കുലാർ അപ്പർച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഓപ്പണിംഗ് ആണ് ഏട്രിയോ വെൻട്രിക്കുലാർ അപ്പർച്ചർ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, ഇപ്പോ രണ്ട് ഓറിക്കിളിനെ വെൻട്രിക്കിളുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാതിൽ ഓർ സെപ്റ്റമാണ് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം എന്ന് പറഞ്ഞു. ആ സെപ്റ്റത്തിന് ചെറിയൊരു ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു എന്താണ്, ഓപ്പണിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അത് ട്രാൻസിയന്റ് ആണ്, സ്ഥിരമായിട്ടുള്ളതല്ല. അങ്ങനെയുള്ള ആ ഓപ്പണിങ്ങിനെയാണ് എന്ത് പറയണത്, ഏട്രിയോ വെൻട്രിക്കുലാർ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഈ ഏട്രിയോ വെൻട്രിക്കുലാർ അപ്പർച്ചർ സ്ഥിരമായിട്ട് അങ്ങനെ തുറന്നിരിക്കുകയല്ല എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഗാർഡഡ് ബൈ, ഈ അപ്പർച്ചറിനെ ഗാർഡ് ചെയ്തിട്ട് അതായത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ടെന്ന്, എന്താണ്, ചില വാൽവുകൾ വെച്ചിട്ട് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ വാൽവിനെ പറയുന്നതാണ് ബൈകസ്പിഡ് ഓർ ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ് കേട്ടോ. അപ്പൊ എന്താണ്, ഏട്രിയോ വെൻട്രിക്കുലാർ അപ്പർച്ചർ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കല്ല, ചില സമയത്ത് അത് ക്ലോസ് ചെയ്യുന്നുണ്ട്, അത് വേണ്ട സമയത്ത് അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും സഹായിക്കുന്ന ഒരു വാൽവാണ്
ബൈകസ്പിഡ് ഓർ ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ ഫങ്ഷൻ എന്താണ്? ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡിന്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്രിവെന്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം വെൻട്രിക്കിൾസ് ടു ഓറിക്കിൾസ്. അതായത് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് വന്നു കഴിഞ്ഞു, ഇനി അതെന്താ ചെയ്യേണ്ടത്? വെളിയിലോട്ട് പോവുക വേണ്ടത് അല്ലെ. അതിന് പകരം തിരിച്ച് ഓറിക്കിളിലോട്ട് ഒരിക്കലും ബ്ലഡ് പോവാൻ പാടില്ല. അപ്പൊ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്, ഈ ബ്ലഡ് തിരിച്ച് ഓറിക്കിളിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന വാൽവ് അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന വാൽവാണ് ബൈകസ്പിഡ് ഓർ ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ് എന്ന് പറയുന്നത്. ദെൻ വെൻട്രിക്കുലാർ വാൽവ് പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻട്രിക്കുലാർ വാൽവ് എന്ന് പറയുന്നത് ഇന്റേണലി കൺസിസ്റ്റ് ഓഫ് വെൻട്രിക്കുലാർ വാൽവിലല്ല, വെൻട്രിക്കുലാർ റീജിയനില്, അതായത് ഈ റീജിയനില് ഇന്റേണൽ സൈഡിലായിട്ട് ഉള്ളിയെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇന്റേണൽ ഭാഗത്തായിട്ട് ഈ വാളിനോട് ചേർന്നിട്ട് ഈ വെൻട്രിക്കിൾസില് റിഡ്ജസ് കാണുന്നുണ്ട്. നിറച്ച് റിഡ്ജസ്, ഈ ഏരിയാസിലൊക്കെ റിഡ്ജസ് പോലെ കാണുന്നുണ്ട്. ഈ റിഡ്ജസ് എന്ന് പറയുന്നത് അതിനെ പറയുന്നതാണ് ട്രാബിക്കുലേ. അപ്പൊ വെൻട്രിക്കിളിന്റെ വോളില് കാണുന്ന മസ്കുലാർ റിഡ്ജസിനെയാണ് എന്ത് പറയണത്? ട്രാബിക്കുലേ എന്ന് പറയുന്നത്. ട്രാബിക്കുലേക്ക് ഒരുപാട് പ്രൊജക്ഷൻസ് കാണുന്നുണ്ട് കേട്ടോ. പ്രൊജക്ഷൻസ് ഇങ്ങനെ പ്രൊജക്ഷൻസ് കാണുന്നുണ്ട്. ആ മസ്കുലാർ പ്രൊജക്ഷൻസിനെയാണ് വിത്ത് ഇപ്പൊ വെൻട്രിക്കുലാർ വോളില് റിഡ്ജസ് കാണുന്നുണ്ട്. ഈ റിഡ്ജസിനെയാണ് എന്ത് പറയണത്? ട്രാബിക്കുലേ വിത്ത് ന്യൂമറസ് മസ്കുലാർ പ്രൊജക്ഷൻസ്. ഇങ്ങനെയുള്ള പ്രൊജക്ഷൻസും കാണുന്നുണ്ട്. ആ പ്രൊജക്ഷൻസിനെയാണ് പാപ്പിലറി മസിൽസ് എന്ന് പറയുന്നത് കേട്ടോ. പാപ്പിലറി മസിൽസ്, മസ്കുലാർ റിഡ്ജസ് ആൻഡ് പ്രൊജക്ഷൻസോട് കൂടിയിട്ടാണ് വെൻട്രിക്കുലാർ വാൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ എന്താണ് അതില് ന്യൂമറസ് മസ്കുലാർ റിഡ്ജസ് വിത്ത് പ്രൊജക്ഷൻസ് കാണുന്നുണ്ട്. ആ പ്രൊജക്ഷൻസിനെ പറയണത് പാപ്പിലറി മസിൽസും റിഡ്ജസിനെ പറയണത് ട്രാബിക്കുലേന്നുമാണ്. ദെൻ അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇതാണ് ഓറിക്കുലോ വെൻട്രിക്കുലാർ മറ്റേ അപ്പർച്ചർ ഇതാണെന്ന് പറഞ്ഞു. ഈ അപ്പർച്ചറിന്റെ അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ എന്താ പറഞ്ഞേ? അല്ല, ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ഇതാണ്. ആ സെപ്റ്റത്തിന്റെ അവിടെ ഇവിടെ ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ട്. അതിനെ ഗാർഡ് ചെയ്തിട്ട് 2 വാൽവും ഉണ്ടെന്ന് പറഞ്ഞു. ഈ വാൽവ് ഹെൽഡ് ഇൻ പൊസിഷൻ, അതിനെ ആ പൊസിഷനിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് അപ്പൊ ഈ പാപ്പിലറി മസിൽസ് ഇവിടെ വെൻട്രിക്കുലാർ വോളിന്ന് അതിങ്ങനെ വരികയാണ്. ഈ പാപ്പിലറി മസിൽസ്, പാപ്പിലറി മസിൽസും ഈ വാൽവും, അതായത് ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ് ദാറ്റ് പ്രസന്റ് ഓൺ ദി ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം, സെപ്റ്റത്തിൽ കാണുന്ന വാൽവ് are fastened to the papillary muscles. പാപ്പിലറി മസിൽസുമായിട്ടത് മറ്റേ എന്താണ് പിടിച്ചു നിർത്തിക്കുകയാണ്. എന്തിനാണ് അത് പിടിച്ചു നിർത്തുന്നത്? ബൈ മീൻസ് ഓഫ് ടഫ് ഫൈബ്രസ് കോഡ്സ്. ഇതിങ്ങനെ ടഫായിട്ടുള്ള ഫൈബ്രസ് കോഡ്സ് വെച്ചിട്ട് ഇത് തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതും തമ്മിൽ, ഈ വാൽവും ഈ പാപ്പിലറി മസിൽസും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിനെയാണ് പറയണത് കോർഡേ ടെൻഡിനെ. കോർഡേ ടെൻഡിനെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് കോർഡേ ടെൻഡിനെ ഹോൾഡ് ദ വാൽവ് ഇൻ പൊസിഷൻ. അതായത് വാൽവ് ആ പൊസിഷനിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വെൻട്രിക്കുലർ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇത് പൊസിഷൻ മാറിപ്പോകും അല്ലെ. അപ്പൊ പൊസിഷൻ അതേ പൊസിഷനിൽ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ പാപ്പിലറി മസിൽസിന് ഒരു ഫൈബ്രസ് കോഡ്സ് റൈസ് ചെയ്തിട്ട് വാൽവുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാൽവിനെ ആ പൊസിഷനിലായിട്ട് അത് നിർത്തുന്നുണ്ട് കേട്ടോ.
ഇത്രയാണ് ഇതിന്റെ ഈ പർട്ടിക്കുലർ ഓറിക്കിളിന്റെയും വെൻട്രിക്കിളിന്റെയും കാര്യങ്ങള്. ദെൻ ട്രങ്കസ് ആർട്ടീരിയോസിനെ പറയാന്ന് വെച്ചാൽ ട്രങ്കസ് ആർട്ടീരിയോസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് എറൈസസ് ഫ്രം ദി റൈറ്റ് സൈഡ് ഓഫ് ദ വെൻട്രിക്കിളിന്റെ തന്നെ റൈറ്റ് സൈഡിൽ നിന്നാണ് ട്രങ്കസ് ആർട്ടീരിയോസിസ് എറൈസ് ചെയ്യുന്നത്. ഈ ഒറിജിനില് ട്രങ്കസ് ആർട്ടീരിയോസിസ് വെൻട്രിക്കിളിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യണത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെൻട്രിക്കിള് ഇതാണെന്നുണ്ടെങ്കിൽ വെൻട്രിക്കിളിൽ നിന്നാണ് ഈ ട്രങ്കസ് ആർട്ടീരിയോസിസ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഈ ഒറിജിനില് ഈ പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ കാണിക്കാൻ പറ്റും ഈ ഒറിജിനില് വാൽവ് ഉണ്ടെന്ന്. ഈ പർട്ടിക്കുലർ ഒറിജിനില് വാൽവ്സ് കാണുന്നുണ്ട്. അതിനെ പറയുന്നതാണ് സെമി ലൂണാർ വാൽവ്സ്. Truncus arteriosus arise from the right side of the ventricle. വെൻട്രിക്കിളിന്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് എറൈസ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഗാർഡഡ് ബൈ, അത് ഗാർഡ് ചെയ്യാനായിട്ട് ഈ എറൈസ് ചെയ്യുന്ന പൊസിഷൻ ഗാർഡ് ചെയ്യുന്ന സ്ഥലത്ത് വാൽവുകള് കാണുന്നുണ്ട്. ആ വാൽവിനെയാണ് സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത്. സെമി ലൂണാർ വാൽവ്. എന്താണ് സെമി ലൂണാർ വാൽവ്? അതായത് വെൻട്രിക്കിളിന്റെ റൈറ്റ് സൈഡിൽ നിന്നാണ് ട്രങ്കസ് ആർട്ടീരിയോസിസ്, ഇതാണ് ട്രങ്കസ് ആർട്ടീരിയോസിന്റെ ജസ്റ്റ് എറൈസ് ചെയ്യുന്ന പൊസിഷനാണ് ഞാൻ കാണിച്ചിരുന്നത്. എറൈസ് ചെയ്യുന്നത് ആ എറൈസ് ചെയ്യുന്ന ഭാഗത്ത് അതിനെ ഗാർഡ് ചെയ്തിട്ട് വാൽവ് കാണുന്നുണ്ട്. അതിനെയാണ് സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത്. ദെൻ ട്രങ്കസ് ആർട്ടീരിയോസിന് രണ്ട് അൺഈക്വൽ ഡിവിഷൻസ് ആയിട്ട് ട്രങ്കസ് ആർട്ടീരിയോസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബേസൽ പോർഷൻ കാണുന്നുണ്ടെന്ന്. ട്രങ്കസ് ആർട്ടീരിയോസിന്റെ നോക്കുമ്പോൾ എന്താണ്, അതിന് രണ്ട് അൺഈക്വൽ ഡിവിഷൻസ് കാണുന്നുണ്ട്. ഒരു ബേസൽ പോർഷൻ ഉണ്ട്, അതിനെ പറയുന്നതാണ് കോനസ് ആർട്ടീരിയോസിസ് ഓർ പൈലാഞ്ചിയം. ബേസൽ പോർഷനെ പറയുന്നതാണ് കോനസ് ആർട്ടീരിയോസസ് ഓർ പൈലാഞ്ചിയം എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് സ്മോൾ ടെർമിനൽ പോർഷൻ കാണുന്നുണ്ട്. ഒരു ബേസൽ പോർഷനും ചെറുതായിട്ടുള്ളൊരു ടെർമിനൽ പോർഷനും. ടെർമിനൽ പോർഷനെ പറയുന്നതാണ് ബൾബസ് ആർട്ടീരിയോസസ് ഓർ സൈനാഞ്ചിയം. അപ്പൊ ട്രങ്കസ് ആർട്ടീരിയോസിനെ രണ്ടായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺവീനിയൻസിന് വേണ്ടി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒരു ലാർജ് ആയിട്ടുള്ള ബേസൽ പോർഷനും നാരോ ആയിട്ടുള്ള ടെർമിനൽ പോർഷനും. ബേസൽ പോർഷനെ കോനസ് ആർട്ടീരിയോസിസ് ഓർ പൈലാഞ്ചിയം ആൻഡ് ടെർമിനൽ പോർഷനെ പറയുന്നത് ബൾബസ് ആർട്ടീരിയോസിസ് ഓർ സൈനാഞ്ചിയം. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കാണാം. ഇതിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ പൈലാഞ്ചിയായിട്ടും ഇതിനെ സൈനാഞ്ചിയായിട്ടും പറയാം. അതായത് ബേസ്ഡ് ആയിട്ടുള്ള ലാർജ് പോർഷനെ പൈലാഞ്ചി എന്നും ഇതിനെ സൈനാഞ്ചി എന്നും പറയാം. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു. നെക്സ്റ്റ്, ഇന്റേണൽ കാവിറ്റി ഓഫ് ദി കോനസ്. കോനസ് ഇപ്പൊ ലാർജ് പോർഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. കോനസിന്റെ ഇന്റേണൽ കാവിറ്റി എന്താണ്? ഡിവൈഡഡ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് റീജിയൻ. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു വാൽവ് വെച്ചിട്ട് അതിനെ എന്താണ് തിരിച്ചിട്ടുള്ളത്. അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വാൽവ് എന്നാണ് പറയുന്നത് കേട്ടോ. കോനസ് ഇത്തിരി വലിയ പോർഷനാണ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് ആയിട്ട് അതിന് പോസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനെ ഇത് വരുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വാൽവ് വെച്ചിട്ടാണ് അത് എന്താണ് ഇങ്ങനെ ഒരു ഡിവിഷൻ വരാൻ കാരണം കേട്ടോ. അപ്പൊ അതില് റൈറ്റ് ഹാഫ് ലോഞ്ചിറ്റ്യൂഡിനൽ വാൽവ് വെച്ചിട്ട് റൈറ്റ് ഹാഫിനെ പറയുന്നതാണ് അയോർട്ടിക് ചേംബർ. ആൻഡ് ലെഫ്റ്റ് ഹാഫ് is termed pulmocutaneous chamber. Then working of heart involves എങ്ങനെ ഹാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഹാർട്ടിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞ്. എന്താണ് ഹാർട്ടില് വരുന്നത്?
അതിന്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് റെഗുലർ ആൻഡ് റിഥമിക്, ഒരിക്കലും നിൽക്കണില്ല അല്ലേ, ഹാർട്ട് ബീറ്റ് അല്ലേ, റെഗുലർ ആൻഡ് റിഥമിക് ഹാർട്ട് ബീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹാർട്ടില്. ഇനി ഓരോ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഹാർട്ട് ബീറ്റിലും ഈച്ച് ഹാർട്ട് ബീറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താണ്? ഓൾട്ടർനേറ്റ് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹാർട്ട് വാൾസ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്. റെഗുലർ ഇന്റർവെൽസിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് കൺട്രാക്ഷനും റിലാക്സേഷനും നടന്നുകൊണ്ടിരിക്കുക. ഏതൊക്കെയാണ് ചേംബേഴ്സ്? ഓറിക്കിൾ ആൻഡ് വെൻട്രിക്കിൾ വെച്ചിട്ട് റെഗുലർ ആയിട്ട് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ആണ്. ഇതില് കൺട്രാക്ഷനെ പറയുന്ന ടേം ആണ് സിസ്റ്റോൾ. സിസ്റ്റോൾ ഈസ് സക്സസീവ് ആൻഡ് റിലാക്സേഷനെ പറയുന്ന പേരാണ് ഡയാസ്റ്റോൾ ഓർ ഡയലേഷൻ. ഡയലേഷൻ ഓർ റിലാക്സേഷനെ പറയുന്ന പേരാണ് എന്താ? ഡയാസ്റ്റോൾ. ഡയാസ്റ്റോൾ എന്ന് പറയുന്നത് ചിലപ്പോ സിങ്ക്രോണസ് അല്ലെങ്കിൽ സൈമുൾട്ടേനിയസ് ആവാം, പക്ഷെ മറ്റേതെന്ന് പറയുന്നത് എന്താണ്? സക്സസീവ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പൊ റെഗുലർ ആൻഡ് റിഥമിക് ഹാർട്ട് ബീറ്റ് ആണെന്ന് പറഞ്ഞു. അതെന്താണ്? ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് സിസ്റ്റോൾ ആൻഡ് ഡയാസ്റ്റോൾ ആണ്. അപ്പൊ എങ്ങനെയാണ് ഇത് പൊസിഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് വരുന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ടു ബിഗിൻ ചെയ്യണത് എവിടെ നിന്നാണ്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു സൈനസ് വിനോസസ് ആണ് ഫസ്റ്റ് ഇരിക്കുന്നത് അല്ലെ. സൈനസ് വിനോസസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ, സൈനസ് വിനോസസ് കൺട്രാക്ട്, അവര് കൺട്രാക്ട് ചെയ്യാണ്. സൈനസ് വിനോസസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് ഫോഴ്സ് ടു ദി റൈറ്റ് ഓറിക്കിൾ. റൈറ്റ് ഓറിക്കിളിലോട്ടാണ് സൈനസ് വിനോസസ് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വെൻ സൈനസ് വിനോസസ് കൺട്രാക്ട് ബ്ലഡ് ഫോഴ്സ് ടു റൈറ്റ് ഓറിക്കിൾ. ദെൻ ഇതന്നെ ഇപ്പുറത്തായിട്ട് ലെഫ്റ്റ് ഓറിക്കിളില് ഒരു വെയിൻ വന്ന് കേറുന്നുണ്ട്. അതിനെ പറയണതാണ് ലെഫ്റ്റ് ഓറിക്കിളിൽ നിന്ന് ലങ്സ് വെയിന് ലെഫ്റ്റ് ഓറിക്കിളിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അതിനെ പറയുന്നതാണ് പൾമണറി വെയിൻ. ലങ്സ് എന്നുള്ള ബ്ലഡ്, പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഓറിക്കിളിലേക്ക് എത്തും. സൈനസ് വിനോസസ് എന്നുള്ള ബ്ലഡ് റൈറ്റ് ഓറിക്കിളിൽ എത്തും. അപ്പൊ ഒരുമിച്ച് തന്നെയാണ് ഇവരെ ബ്ലഡ് വന്ന് നിറയണത്, ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. ദെൻ ടു ഓറിക്കിൾസ് കൺട്രാക്ട്. ഇവർ രണ്ടുപേരും കൂടെ കൺട്രാക്ട് ചെയ്യുമ്പോൾ, കൺട്രാക്ട് ടുഗദർ, രണ്ടുപേരും കൂടെ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ടേമിനെയാണ് ഓറിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് ഓറിക്കിൾസും ഒരുമിച്ച് കൺട്രാക്ട് ചെയ്യുന്ന ഇതിനെയാണ് എന്താണ്? ഓറിക്കുലാർ സിസ്റ്റോൾ. അപ്പൊ എന്താ ഉണ്ടാവണത്? റൈറ്റ് ഓറിക്കിളിൽ നിന്നുള്ള ബ്ലഡും ലെഫ്റ്റ് ഓറിക്കിളിൽ നിന്നുള്ള എങ്ങോട്ട് വരും? വെൻട്രിക്കിളിലോട്ട് വരും. പക്ഷെ ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. ഇവര് കൺട്രാക്ട് ചെയ്യുന്ന ക്രിട്ടിക്കൽ മൊമെന്റില് റൈറ്റ് ഓറിക്കിളിൽ നിന്നുള്ള ബ്ലഡ് തിരിച്ച് സൈനസ് വിനോസിസിലോട്ട് തിരിച്ച് ബാക്ക് ഫ്ലോ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതൊരിക്കലും വരാൻ പാടില്ല. ബാക്ക് ഫ്ലോ ഓഫ് റൈറ്റ് ഡ്യൂറിങ് കൺട്രാക്ഷൻ, ബാക്ക് ഫ്ലോ ഓഫ് റൈറ്റ് ഓറിക്കിൾ ടു സൈനസ് വിനോസസ് is prevented by sino-auricular valve. Sino-auricular valve എന്താ ചെയ്യുക? Prevent the backflow of blood from right auricle to sinus venosus. Then ഇതേപോലെ തന്നെ ലെഫ്റ്റ് ഓറിക്കിളിൽ നിന്ന് ലങ്സിലോട്ട് തിരിച്ചു വരാമെന്ന് നമ്മൾ ആലോചിക്കാം അല്ലേ. പക്ഷെ അത് അങ്ങനെയല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പൾമണറി വെയിൻ ലെഫ്റ്റ് ഓറിക്കിളിൽ വന്ന് കയറുന്ന ആ പൊസിഷൻ, പൾമണറി വെയിൻ നേരെ വന്ന് അങ്ങ് കയറുക ചെയ്യണത്. അപ്പൊ ഇവിടെ വന്ന് കയറുമ്പോൾ ഇവിടെ ഈ പർട്ടിക്കുലർ സ്ഥലത്ത് തന്നെയാണ് കൺട്രാക്ഷൻ തുടങ്ങണത് എന്നോ. ഇത് കഴിഞ്ഞിട്ടാ കൺട്രാക്ഷൻ. അപ്പൊ ഒരിക്കലും ബാക്ക് ഫ്ലോ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് വാൽവിന്റെ ആവശ്യമില്ല.
അതായത് കൺട്രാക്ഷൻ ബിഗിൻ അറ്റ് ദിസ് പോയിന്റ്. ഈ ഓപ്പണിങ്ങിൽ തന്നെയാണ് കൺട്രാക്ഷൻ നടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒരിക്കലും ബാക്ക് ഫ്ലോ ഒരിക്കലും നടക്കില്ല. ഇവിടെ ബാക്ക് ഫ്ലോ നടക്കാം, അതിനെ പ്രിവെന്റ് ചെയ്യുന്നതാണ് സൈനോ ഓറിക്കുലാർ വാൽവ്. ഓറിക്കുലാർ സിസ്റ്റോൾ ഈസ് ഫോളോഡ് ബൈ വെൻട്രിക്കുലാർ സിസ്റ്റോൾ അല്ലേ, ഫോളോഡ് ബൈ. അപ്പൊ വെൻട്രിക്കുലാർ സിസ്റ്റോള് നടക്കുന്ന സമയത്ത്, വെൻട്രിക്കുലാർ സിസ്റ്റോളിലോട്ട് വരുന്ന സമയത്ത് നോർമലായിട്ട് വെൻട്രിക്കിളിൽ നിന്ന്, അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇതാണ് വെൻട്രിക്കിൾ വെച്ചാൽ വെൻട്രിക്കിളിന്റെ അവിടെ നിന്നാണ് ട്രങ്കസ് ഒറിജിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നോർമലായിട്ട് എന്താണ്, ഈ വെൻട്രിക്കിളിലുള്ള ബ്ലഡ് ട്രങ്കസിലോട്ട് കയറും അല്ലേ. അപ്പൊ എന്താണ്, വെൻട്രിക്കുലാർ സിസ്റ്റോൾ ഫോഴ്സ് ബ്ലഡിനെ ഫോഴ്സ് ചെയ്യും ഇങ്ങോട്ട് ട്രങ്കസിലോട്ട് ബ്ലഡ് ഫോഴ്സ് ചെയ്തു പോകും. അപ്പൊ ഇവിടെ ഒരു കേസ് വരാം അല്ലേ, അതായത് വെൻട്രിക്കുലാർ സിസ്റ്റോളിന്റെ സമയത്ത് ഈ വെൻട്രിക്കിളിൽ നിന്ന് തിരിച്ച് ഓറിക്കിളിലോട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ബ്ലഡ്. അത് പ്രിവെന്റ് ചെയ്യുന്നത് ഓറിക്കുലോ വെൻട്രിക്കുലാർ വാൽവ്. blood backflow of blood from ventricle to auricle during ventricular systole is prevented by auriculoventricular valve. അതുപോലെ തന്നെ ട്രങ്കസ് എന്നുള്ള ബ്ലഡ് വെൻട്രിക്കിൾക്ക്, ട്രങ്കസ് ഇനി കൺട്രാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ when truncus contracts, the blood from truncus to ventricle, backflow of blood from truncus to ventricle is prevented by either semi-lunar valve. അപ്പോൾ ട്രങ്കസ് കൺട്രാക്ട് ചെയ്തു. ട്രങ്കസ് കൺട്രാക്ട് ചെയ്ത് എങ്ങോട്ടാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുക? ബ്ലഡ് ഫ്ലോ ടു ഇറ്റ്സ് ബ്രാഞ്ചസ് ആൻഡ് ഫൈനലി ഇറ്റ് റീച്ചസ്, എങ്ങോട്ടൊക്കെ റീച്ച് ചെയ്യും? സ്കിൻ, ബോഡി വോള്, ടിഷ്യൂസ്, അങ്ങനെ എല്ലാ സ്ഥലത്തോട്ടും റീച്ച്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്താണ് അവസാനം? എന്താണ്? ഡയാസ്റ്റോൾ. ഡയാസ്റ്റോളിന്റെ സമയത്ത് കൺട്രാക്ഷൻ, ഇവിടെ സിസ്റ്റോൾ എന്ന് പറഞ്ഞ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീച്ചസ് ഫോളോഡ് ബൈ എന്താണ്? ഡയാസ്റ്റോൾ. ഡയാസ്റ്റോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഹാർട്ട് ചേമ്പേഴ്സ് ഡയാസ്റ്റോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? റീഫില്ലിംഗ് ഓഫ് ബ്ലഡ് ഇവിടെ റീഫിൽ ചെയ്യും, ഹാർട്ടിൽ റീഫിൽ ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് വർക്കിംഗ് ഓഫ് ഹാർട്ട് കേട്ടോ. അപ്പൊ ഇവിടെ സൈനസ് വിനോസസിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് റൈറ്റ് ഓറിക്കിളിലോട്ട് വരും. ദെൻ ലങ്സ് നിന്ന് ബ്ലഡ് ലെഫ്റ്റ് ഓറിക്കിളിൽ വരും. ഇനി ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്നതാണ് ഓറിക്കുലാർ സിസ്റ്റോൾ. റൈറ്റ് ഓറിക്കിളിൽ നിന്ന് സൈനസ് വിനോസസിൽ ബ്ലാക്ക് ആയിട്ട് ബ്ലഡ് പോവാതിരിക്കാനായിട്ട് പോവാതിരിക്കില്ല, അതിനെ ഗാർഡ് ചെയ്യുന്ന വാൽവാണ് സൈനോ ഓറിക്കുലാർ വാൽവ്. ദെൻ ഓറിക്കുലാർ സിസ്റ്റോൾ ഈസ് ഫോളോഡ് ബൈ വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ആ സമയത്ത് വെൻട്രിക്കിളിൽ നിന്ന് ഓറിക്കിളിലോട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന തടയണ ആളാണ് ഓറിക്കുലോ വെൻട്രിക്കുലാർ വാൽവ്. ദെൻ വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്താണ് സമയത്ത് ബ്ലഡ് ട്രങ്കസിലോട്ട് ഫോഴ്സ് ചെയ്ത് കയറും. ദെൻ ട്രങ്കസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് അത് വെൻട്രിക്കിളിലോട്ട് തിരിച്ചു പോകാതിരിക്കാൻ സഹായിക്കുന്നതാണ് സെമി ലൂണാർ വാൽവ്. ദെൻ ട്രങ്കസ് അതിൻ്റെ ബ്രാഞ്ചസിലോട്ട് പോവുകയും അവസാനം ദാറ്റ് ഈസ് ഫോളോഡ് ബൈ ഡയാസ്റ്റോൾ, ദാറ്റ് ഈസ് റീഫില്ലിംഗ് ഓഫ് ഹാർട്ട്. ഇത്രയാണ് ഹാർട്ടിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ വർക്കിങ്ങും.